ഷൂറ കൗൺസിലും രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ജോബി ജോർജ് ചേരുകയാണ്. ജോബി, തീക്കൊള്ളി കൊണ്ടാണോ ഇസ്രായേൽ തല ചൊറിഞ്ഞത്? ഇക്കാര്യത്തിൽ അറബ് രാഷ്ട്രങ്ങൾ, അവർ സാമ്പത്തിക ശക്തികൾ കൂടിയാണ്, അവർ ഒന്നിക്കുന്നത് ഈ ഘട്ടത്തിൽ എത്രമാത്രം നിർണായകമാകും ഈ വിഷയത്തിൽ? അനൂപ്, ഇസ്രയേൽ ഇതിനു മുൻപ് നടത്തിയ ആക്രമണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമാണ് അമേരിക്കയുടെ സഖ്യരാജ്യമായ ഖത്തറിൽ നടത്തിയ ആക്രമണം ഇന്നലെ വൈകിട്ടുണ്ടായത്. അത് തീർച്ചയായും ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങളെ തകിടം മറിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ, മറ്റേതെങ്കിലും ഇസ്രായേൽ സ്ഥിരമായി ആക്രമിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഖത്തറിൽ കടന്ന് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ഉപാധികൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇത്തരം ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നുവെങ്കിൽ അതിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്ന സന്ദേശം ഹമാസ് ഉണ്ട് എന്ന് കരുതി ഞങ്ങൾ എവിടെയും കയറി അടിക്കും എന്നുള്ളതാണ്. അത് തീർച്ചയായും ആ മേഖലയെ സംബന്ധിച്ചോളം ഒരു നടുക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിലെ, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ വേഗം ഖത്തറിന് പിന്നിൽ ഐക്യദാർഢ്യവുമായി അണിനിരക്കുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ UAE പ്രസിഡന്റ് ആയിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ദോഹയിൽ അല്പം മുൻപാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഉന്നത ഖത്തറി ഒഫീഷ്യൽസ് തന്നെ എയർപോർട്ടിലെത്തി വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. ഇപ്പോൾ തൊട്ടു പിന്നാലെ സൗദിയിൽ നിന്നും ജോർദാനിൽ നിന്നും അവരുടെ ഭരണാധികാരികൾ അവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒമാനിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന കൂടി അല്പം മുൻപ് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ നിലയിൽ തന്നെ ഈ മേഖലയിലെ രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് ഇസ്രായേലുമായുള്ള ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ എന്നാൽ വിവിധ തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ അടക്കമുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു ശക്തി പ്രകടനം എന്നോണം, അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ഷോ ഓപ്ഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ രാജ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതടക്കം ശക്തമായ നടപടികളിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് നിലവിൽ ഉയർന്നിരിക്കുന്ന ചോദ്യം. അതിന് ഈ രാജ്യങ്ങൾ തയ്യാറാകും.